എല്ലാ മനുഷ്യർക്കും അവരുടേതായ പ്രൈവസി ഉണ്ടല്ലേ. എല്ലാവർക്കും ഉണ്ട്. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, എല്ലാവർക്കും പ്രൈവസി ഉണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്ന, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ലൈഫ് ടൈം വ്ളോഗേഴ്സ് ഉണ്ട്. അവരുടെ ദിവസവുമുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് പബ്ലിക്കിലേക്ക് എത്തിക്കുക, അതിലൂടെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. അവർക്കുമുണ്ട് ഒരു പ്രൈവസി, ഒരു പ്രൈവറ്റ് സ്പേസ്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ എന്ത് സാധനം എറിഞ്ഞു കൊടുക്കുന്നോ അത് അവിടെ കിടന്ന് സ്പ്രെഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ജീവിതമാണ് എറിഞ്ഞു കൊടുക്കുന്നതെങ്കിൽ പബ്ലിക്കിനിടയിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇമ്പാക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ചർച്ചയ്ക്ക് കാരണമാകും. ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, നമുക്ക് ഒരുപാട് അറിയുന്നൊരു വ്യക്തിയാണ് സഞ്ജു ടെക്കി എന്ന് പറയുന്ന യൂട്യൂബർ. ഞാൻ സഞ്ജുവിൻ്റെ വീഡിയോസ് കണ്ടു തുടങ്ങുന്നത് അല്ലെങ്കിൽ കാണുന്നത് ഒരു കാർ ഷോറൂമിൽ പോയിട്ട് സഞ്ജു താൻ മേടിച്ച കാറിന് കംപ്ലൈന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അവർ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാതെയൊക്കെ വന്നപ്പോൾ സഞ്ജു അതിന് റിയാക്ട് ചെയ്ത ഒരു വീഡിയോ മുതലാണ് ഞാൻ സഞ്ജുവിൻ്റെ വീഡിയോസ് കണ്ടു തുടങ്ങിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സഞ്ജുവിൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്നും പറഞ്ഞിട്ട് സഞ്ജു ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം, സഞ്ജുവിൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു ട്രാജഡിയാണ്. ആ ട്രാജഡി എന്തിന് പബ്ലിക്കിലേക്ക് കൊടുക്കണം എന്ന് ഞാൻ ആലോചിച്ചു. അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് എന്തിനത് പറയണം. ഇപ്പം എൻ്റെ ലൈഫിൽ എനിക്കൊരു ബ്രേക്കപ്പ് സംഭവിച്ചാൽ അത് എൻ്റെ പ്രൈവസിയിൽ വരുന്നൊരു കാര്യമാണ്, എന്നിൽ മാത്രം നിൽക്കേണ്ട ഒരു കാര്യമാണ്. അത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാൻ ബ്രേക്കപ്പായി, അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് പബ്ലിക്കിനിടയിൽ ഒരു സംസാര വിഷയമാവും. ഇനി അതിനകത്ത് സഞ്ജു പറഞ്ഞൊരു പോയിന്റ് അതെന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്തു. കാരണം സഞ്ജു അതിനകത്ത് ഞാൻ ആ വീഡിയോ ഒന്നും ഇവിടെ വയ്ക്കുന്നില്ല. ഇപ്പോൾ സഞ്ജുവിൻ്റെ പാർട്ട്ണർ ആയിരുന്ന കുട്ടിയും വന്നിട്ട് ആ കുട്ടിയും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. ഇതൊന്നും ഞാനിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവരുടെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയാണ് അത്. ആ വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കുന്നില്ല, പക്ഷെ ഞാൻ ആ കണ്ടന്റുകൾ മാത്രം സംസാരിച്ച് പോവുകയാണ്. അപ്പോൾ സഞ്ജു പറഞ്ഞൊരു പോയിന്റ്, തുടക്കം മുതലേ ഞങ്ങൾക്കൊരു വൈബ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തുടക്കം മുതലേ ആ വൈബ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിന് ഇത്രയും നാൾ കൊണ്ടുപോയി എന്ന് ഞാൻ ചിന്തിച്ചു. ഇപ്പോൾ ഒരുമിച്ച് പോകാൻ പറ്റാത്ത ബന്ധങ്ങളാണെങ്കിൽ സെപ്പറേഷനാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. അത് ചിലപ്പോൾ മ്യൂച്വലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങനെ ആവാം, ഒക്കെ സംഭവിക്കാം. അപ്പോൾ ഇവിടെ തുടക്കം മുതലേ ആ ഒരു വൈബ് തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെയും എന്തിനാണ് ഇത് കണ്ടിന്യൂ ചെയ്തത്? അതിൽ സഞ്ജു അതിനൊരു മറുപടി പറയുന്നുണ്ട്. പോകെ പോകെ ശരിയാകുമെന്ന് വിചാരിച്ചു, വർഷങ്ങളായി. അപ്പോൾ അത് എന്നെ ഒന്ന് ചിന്തിപ്പിച്ചൊരു പോയിന്റാണ്. ഇത് കഴിഞ്ഞിട്ട് സഞ്ജു അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഒരിക്കലും ആ കുട്ടീനെ സഞ്ജു കുറ്റപ്പെടുത്തുന്നില്ല. അതിനകത്ത് എനിക്ക് തോന്നിയ പോയിന്റ് ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, തുടക്കം മുതലേ വൈബ് ഇല്ല എന്ന് പറയുന്നൊരു പോയിന്റ് മാത്രം. അതിനുശേഷം ഇപ്പം കഴിഞ്ഞ ദിവസം സഞ്ജുവിൻ്റെ പാർട്ട്ണറായിരുന്ന ആ കുട്ടി വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ കുട്ടി സഞ്ജുവിനെ അഗെയിൻസ്റ്റ് സംസാരിക്കുന്നുണ്ട്. സഞ്ജു അത് ജസ്റ്റ് ലൈക്ക് ആക്ടിങ് ആണ്, ജസ്റ്റ് വന്നിട്ട് അതിന് മുൻപ് വളരെ ഹാപ്പി ആയിട്ട് എന്നിട്ട് പെട്ടെന്ന് വന്ന് സംസാരിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അത്രയും തിക്കായിട്ട് സ്നേഹിച്ച വ്യക്തികളാണെങ്കിൽ ഒരിക്കലും ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം ചളി വാരി എറിയില്ല. ഇപ്പോൾ സഞ്ജു അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കൊണ്ടാണ് സഞ്ജുവിൻ്റെ പാർട്ട്ണർ ആയിരുന്ന കുട്ടിക്ക് അതിനൊരു മറുപടി കൊടുക്കേണ്ടി വരുന്നത്. ഒരു പക്ഷേ സഞ്ജു അന്നത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ ആ ബ്രേക്കപ്പ് അവരിൽ മാത്രം ഒതുങ്ങി നിന്നേനെ. രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ലൈഫുണ്ട്. ഇപ്പം പ്രേമിക്കുന്നവരെല്ലാവരും ഒന്നിക്കും അല്ലെങ്കിൽ ഒന്നിക്കണം എന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പല കാരണങ്ങൾ കൊണ്ടും പല ബന്ധങ്ങളും ബ്രേക്കപ്പ് ആവും. ബ്രേക്കപ്പ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കും, അല്ലെങ്കിൽ ആ വ്യക്തികൾ പരമാവധി ശ്രമിക്കും. പിന്നെ ബ്രേക്കപ്പ് ആവേണ്ടതാണെങ്കിൽ അതായേ തീരൂ. പക്ഷെ ആ ബ്രേക്കപ്പിന് ശേഷം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതും ഇതുപോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക, അവൻ ആ ചെയ്തത് ശരിയായില്ല, അവൾ ഈ ചെയ്തത് ശരിയായില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സെപ്പറേഷനിലേക്ക് പോയത്, ബ്രേക്കപ്പ് ആയത് എന്ന് വന്ന് പറയുക, അത് വളരെ മോശമുള്ള കാര്യമല്ലേ? വളരെ മോശമായ കാര്യമല്ലേ? കാരണം ഇവർക്ക് രണ്ടുപേർക്ക് നാളെ ലൈഫുണ്ട്. പെൺകുട്ടിയെ സംബന്ധിച്ച് അതിനൊരു മാരേജ് ലൈഫുണ്ട്, സഞ്ജുവിനെ സംബന്ധിച്ചും ഒരു മാരേജ് ലൈഫുണ്ട്. അപ്പോൾ അന്യോന്യം സ്നേഹിച്ചവർക്ക് ആ റിലേഷൻ ബ്രേക്കപ്പ് ആകുമ്പോൾ ഇങ്ങനെ വന്നിരുന്നിട്ട് സംസാരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ജീവിതമാണ്,
നമ്മുടെ ജീവിതം നമ്മൾ പൊതുജനങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ ആലോചിക്കുക, നാളെ ഇത് തിരിച്ചൊരു ചോദ്യചിഹ്നമായിട്ട് മാറില്ലേ എന്ന്.